നമസ്തേ. ഓം ഗുരുഭ്യോ നമഃ. ഞങ്ങളുടെ വേദസ് ജ്യോതിഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ജാതകം, തലക്കുറി ഇതിനെക്കുറിച്ചാണ്. എന്താണ് ജാതകം, എന്താണ് തലക്കുറി ഇതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പൊല വാലായ്മ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നേ. അപ്പോൾ കുറച്ച് ആൾക്കാർ അത് വിളിച്ചു പറഞ്ഞു, വാലായ്മയെ കുറിച്ച് ഒന്നും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ജാതകവും തലക്കുറിയെ കുറിച്ച് പറയാം. വാലായ്മ എന്ന് പറഞ്ഞാൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് വാലായ്മ എന്ന് പറയുന്നത്. ഇത് മറ്റേ പോലെ തന്നെ ഈ വാലായ്മ 16 ദിവസമാണ് അതിൻ്റെ കണക്ക് അശുദ്ധി നമുക്ക് ഉണ്ടാവുന്നത്. അത് അശുദ്ധി ഉണ്ടാവുന്നത് ജനിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും, അവരുടെ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക്, അമ്മയുടെ സഹോദരങ്ങൾക്ക്, പിന്നെ അവരുടെ അമ്മയ്ക്ക്, അവരുടെ അച്ഛന്, രണ്ടുപേരുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും, ഇത്ര ആൾക്കാർക്ക് ഈ വാലായ്മയുടെ പെല ആചരിക്കേണ്ടുള്ളൂ. അല്ലാണ്ട് അത് 3 തലമുറ അങ്ങോട്ട് അച്ഛത്തേക്കൊന്നും വേണ്ട. അപ്പോൾ ആർക്കൊക്കെ ഈ അച്ഛനും അമ്മയ്ക്കും, ജനിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും, അവരുടെ 2 പേരുടെ സഹോദരി സഹോദരന്മാർക്കും, അവരുടെ അച്ഛനും അമ്മയ്ക്കും, ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഇത്ര ആൾക്കാർക്ക് മാത്രം പെല ആചരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ ജാതകം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച സ്ഥലം, ജനിച്ച സമയം, ജനിച്ച തീയതി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജാതകം ഉണ്ടാക്കാം. ഈ ജാതകത്തിൽ എന്ന് പറഞ്ഞാൽ, ജാതകം എന്ന് പറയുന്നത് ഇത് സാധ്യതകളുടെ ഒരു ശാസ്ത്രമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജാതകവശാൽ ഈ കുട്ടിക്ക് ജനനം മുതൽ മരണം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ആയുസ്, ദീർഘായുസാണോ, ഹ്രസ്വായുസാണോ, മധ്യമായുസാണോ, ഇതൊക്കെ ജാതകം ഉണ്ടാക്കി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. പിന്നെ അതിൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ സാമ്പത്തികം, അതിൻ്റെ സഹോദരി സഹോദരന്മാർ എത്ര പേരുണ്ടാവും, പിന്നെ അതിന് ഈ നമ്മുടെ എന്താ പറയുക ബുദ്ധി, അതുപോലെ അമ്മ, പിന്നെ ശത്രുക്കൾ ജാതവശാൽ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാരുണ്ട് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടൂല, അങ്ങനത്തെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് തുടങ്ങി സർവത്ര കാര്യങ്ങളും ഇത് വെച്ച് രോഗം, ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്, പിന്നെ ദാമ്പത്യം എങ്ങനെയാ, ഭാഗ്യം എങ്ങനെയാ, നല്ല ഭാഗ്യമുള്ള കുട്ടിയാണോ, ഭാഗ്യം ഉണ്ടാവും, യോഗങ്ങൾ എന്തൊക്കെയാ, ഇങ്ങനെയൊക്കെ വിശദമായിട്ട് നോക്കുന്നതിനാണ് ഈ ജാതകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജാതകം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുക്കായിട്ട്, അപ്പം അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയും. മനസ്സിലായില്ലേ? സർവ്വ കാര്യങ്ങളും പറഞ്ഞ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇടയ്ക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ സംഭവം, ഓരോ ദശകളിൽ എന്തൊക്കെ സംഭവിക്കാം, അപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി അതാ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കാഠിന്യം അല്പം കുറയും. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ പറയണം അവിടെ അപ്പുറത്തെ ഹമ്പ് ഉണ്ട് കേട്ടോ, അവിടെ ഒന്നും ചെയ്തു വച്ചിട്ടില്ല, അടയാളമൊന്നുമില്ല, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ജാതകം. ഇപ്പോൾ ദശകൾ വരുമ്പോൾ ഓരോ ദശാസന്ധികളിൽ ഓരോ ദശ മാറുമ്പോൾ ഇന്നൊക്കെ ഉണ്ടാവും, ഇല്ല ആ ദശയിൽ എന്തൊക്കെ അനുഭവിക്കും, ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പരിഹാരങ്ങളും അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അതാണ് അത്. പിന്നെ ഇപ്പോൾ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഗ്രഹനില വച്ചുകൊണ്ട് ഈ കുട്ടിക്ക് എന്തൊക്കെ രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഈവൻ ക്യാൻസർ അടക്കം ഇവർക്ക് വരാൻ സാധ്യതകളുണ്ടോ, ചെറിയ ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ ജാതകം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ നിർദ്ദേശങ്ങൾ വെക്കുക. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ നീങ്ങുക. നമുക്ക് അങ്ങനെ വരെ നമുക്ക് ചീത്തണത്, അപ്പോൾ അത് നമുക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള അതിന് സാധനങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഈ ക്യാൻസർ, അതുപോലെ തന്നെ അത് എവിടെ വരും, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ സ്ഥാനാർബുദം വരുമോ, ഇനി യൂട്രസിന് വരുമോ, ഇത് പുരുഷന്മാർക്കാണെങ്കിൽ കിഡ്നിക്ക് വല്ല ധാരാളം വരുമോ, ഇപ്പോൾ പ്രഷർ ഉണ്ടാവുമോ, ഷുഗർ വരുമോ, ഇതൊക്കെ ജാതകം നോക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ജാതകത്തിൻ്റെ ഒരു മരണം വരെ സാധ്യതകൾ, മരിക്കാനുള്ള സാധ്യത, വണ്ടി അപകടത്തിൽ മരിക്കാനുള്ള സാധ്യത, വെള്ളത്തിൽ പോയി മരിക്കാനുള്ള സാധ്യത, ഇതൊക്കെ നമ്മുടെ ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ജാതകത്തിൽ ഇതൊക്കെ മരണം, ഇന്ന ഇതിൽ മരണം, പക്ഷെ ഇന്ന പോലെ മരിക്കുന്നു ജാതകത്തിൽ എഴുതാറില്ല, അത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. പിന്നെ
അതുപോലെ ജാതകത്തിൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ജാതകേന ചിന്ത്യം, അത് കഴിഞ്ഞാൽ പിന്നെ പറയൂല. ആ ചിന്ത്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇപ്പോ 84 വയസ്സ് കഴിഞ്ഞാൽ ചിന്ത്യം എന്ന് എഴുതിയ 84 വയസ്സിൽ ഇയാളുടെ ഈ ഈ ഗ്രഹനില എടുത്തിട്ട് 84ാമത്തെ വയസ്സിൽ എങ്ങനെയായിരിക്കും ഗ്രഹനില എന്ന് വെച്ചാൽ അവിടെ മുതൽ വീണ്ടും ചിന്തിക്കാനാണ് പറഞ്ഞത്. അല്ലാണ്ട് അപ്പൊ മരിക്കുന്നല്ല. പലർക്കും ധാരണ ഉണ്ട് ജാതകേന ചിന്ത എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളൂ മരിച്ചു. അങ്ങനെയല്ല, അന്നത്തെ ഗ്രഹനില എടുത്തിട്ട് കണ്ടുപിടിക്കാം എങ്ങനെയാണ് അയാളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അവിടെ മരണത്തിന് സാധ്യതയുണ്ടോ, എന്താ ഏതാ പിന്നെ ഉണ്ടോ എന്നുള്ളത്. അതാണ് ഈ ഇത്. ഇനി തലക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം തന്നെ, പക്ഷെ അതിനകത്ത് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് മിക്കവാറും ആൾക്കാർ പ്രിഫർ ചെയ്യണത്. കാരണം നമ്മൾ ഈ തലക്കുറിയും കൊണ്ട് കല്യാണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് കാണിക്കുകയും ചേരുമെന്ന് നോക്കുക, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അങ്ങനെ അറിയണമെന്ന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അത് കാരണം അത് അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഇപ്പോൾ മിക്കവാറും അങ്ങനെയാണ്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ഗ്രഹനില ഉണ്ടാവും, നവാംശവും ഉണ്ടാവും, ഭാവം ഉണ്ടാവും. നവാംശം എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് നവാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് കൃത്യമായിട്ടുണ്ടാവും. പിന്നെ ജനന ശിഷ്ട എത്രയാണെന്നും ദശാസന്ധികൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അതിനുള്ള, അതാണ് തലക്കുറി എന്ന് പറയുന്നത്. അപ്പൊ തലക്കുറി, നിങ്ങൾ ഒരു തലക്കുറി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഇപ്പൊ ഇതിന് എങ്ങനെയുണ്ട് എന്ന് അറിയണമെങ്കിൽ അതും കൊണ്ട് ഒരു ജോത്സ്യന്റെ അടുത്ത് കൊണ്ടുവരും. അദ്ദേഹം അത് നോക്കിയിട്ട് ഇതെങ്ങനെയാ ഏതാ എന്താ എന്നുള്ളത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കും. ഇതാണ് ഇന്നത്തെ നമസ്തേ. പിന്നെ ഞങ്ങളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ നേരിട്ട് യൂട്യൂബ് വഴി കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് തുറന്നിട്ട് അതിനകത്ത് കയറി